അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൗമ്യയുടെ രണ്ടാമത്തെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പോവാം കേട്ടോ ഹോസ്പിറ്റലിലോട്ടല്ല, ആദ്യം സ്കാനിങ് സെൻറ്ററിൽ പോയിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിപ്പോർട്ട് കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകും. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. എല്ലാവരും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ സ്കാനിങ് സെൻറ്ററിൽ എത്തിയിട്ടാണ്. നമ്മളപ്പോൾ സ്കാനിങ് സെൻറ്ററിലോട്ട് പോട്ടെ. ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ സോനോ സ്കാനിങ് സെൻറ്റർ എന്ന് പറയും. എൻ്റെ ഫസ്റ്റ് സ്കാനിങ് അവിടെയായിരുന്നു കേട്ടോ. അപ്പോൾ 3-ാമത്തെ മാസത്തെ സ്കാനിങ്ങിന് നമ്മൾ പോണത്. നല്ല ടെൻഷനുണ്ട്, നല്ല പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോണത്. നല്ല ടെൻഷനാണ് ഉള്ളിൽ. പിന്നെ അവിടെ ചെന്ന് നമ്മൾ ടോക്കൺ എടുത്തിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ വെള്ളം കുടിച്ചിട്ടിരിക്കാൻ പറയും അവർ കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കുടിക്കും. അപ്പോൾ കുഞ്ഞിന് വെള്ളം കുടിക്കാനായിട്ട് പിടിക്കാൻ എന്താ കഴിക്കുന്ന കണ്ടാലും അവരപ്പം വേണം. അപ്പോൾ ഞങ്ങളങ്ങനെ പേര് വിളിക്കുന്ന വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവന് സ്നാക്സ് കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ്. പിന്നെ ഇനി അടുത്ത് നമ്മൾ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. നമ്മൾ കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലിലോട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടറിനെ റിസൾട്ട് കാണിക്കാനാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ പോയി കുറച്ച് നേരം ഇരുന്ന് പിന്നെ നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു വരും. അപ്പോൾ നമ്മുടെ സൗമ്യയുടെ രണ്ടാമത്തെ സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ട്. സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 13 ആഴ്ച 2 ദിവസമായി ആണ് സ്കാനിങ് കഴിഞ്ഞിട്ട്. ഇപ്പോൾ എല്ലാം നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. ഉണ്ണിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. സ്കാനിങ് റിപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വേറൊരു ടെസ്റ്റ് കൂടി ചെയ്തിട്ടുണ്ട്, ഒരു ബ്ലഡ് ടെസ്റ്റും കൂടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 5 ദിവസം കൂടി കഴിയും അതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട്. അത് തിങ്കളാഴ്ച കിട്ടും. അപ്പോൾ തിങ്കളാഴ്ച കിട്ടുമ്പോൾ ഇനി അത് വാങ്ങിച്ചിട്ട് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും പ്രാർത്ഥന ഉള്ളത് കൊണ്ടും ഞങ്ങളുടെയും പ്രാർത്ഥന ഉള്ളത് കൊണ്ടും ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഡോക്ടർമാർ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ സൗമ്യക്കാണെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസവും ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് കൂടുതൽ ഷോർട്സും വീഡിയോസ് ആണെങ്കിലും ലോങ് വീഡിയോസ് ആണെങ്കിലും ചെയ്യാനൊക്കെ പറ്റാത്തത്. അവൾക്ക് വയ്യ. പിന്നെ നമ്മൾ നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ കൂടുതലായി. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഉണ്ണിയുടെ ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഞങ്ങൾ ഈ ചാനലിലൂടെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം. ഫസ്റ്റ് ഉണ്ണിയുടെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. കാരണം അവനൊരു പ്രീമച്വർ ബേബിയാണ്. 8-ാം മാസത്തിൽ പ്രസവിക്കേണ്ടതായിട്ട് വന്നായിരുന്നു. അതെ, ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല. ഇവളുടെ ടെൻഷൻ കാരണമാണ് ഫസ്റ്റത്തേത്. അതായത് ആദ്യത്തെ ഉണ്ണീരെ BP കൂടിയിട്ടാണ് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു പ്രസവിപ്പിക്കേണ്ട മരുന്ന് വെച്ച് അങ്ങനെ പെട്ടെന്ന് പ്രസവിപ്പിക്കേണ്ടതായിട്ട് വന്നത്. കാരണം നമുക്ക് BP കൂടിയായിരുന്നു. ഇവള് 8-ാം മാസത്തിലാണ് ഇപ്പൊ. അതായത് സംഭവം നിസ്സാര കാര്യമാണ്. ഇപ്പോ നാളെ ഡോക്ടറെ കാണാൻ പോവാണ്. അപ്പൊ ഇന്ന് ചെക്കപ്പിന് പോവാണ്. അപ്പൊ ഇന്ന് ആളുടെ പ്രഷറിന്റെ ഗുളിക കഴിഞ്ഞു. അപ്പൊ ആള് വിചാരിച്ചു എന്നെ കൊണ്ട് ഇപ്പൊ ഇന്നിനി വാങ്ങിപ്പിക്കണ്ട, നാളെ എന്തായാലും ഡോക്ടറെ അടുത്ത് പോവല്ലേ, അപ്പൊ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് വാങ്ങിക്കാന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ദിവസത്തിന്റെ ഒരു ഗ്യാപ്പില് വന്നൊരു മിസ്റ്റേക്കാണ്. എന്നിട്ട് പിന്നെ ഡോക്ടറെ പിറ്റേ ദിവസം പോയി കാണണ്ടപ്പോ പ്രഷർ നമ്മള് ഡോക്ടറെ വീട്ടിലായിരുന്നു പോയി കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ പോയപ്പോ കാലിലൊക്കെ നല്ലോണം നീരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡോക്ടറോടെ പ്രഷറൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രഷർ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും പ്രഷർ കൂടുതലായിരുന്നു ഇവിടെ. അപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ മരുന്നൊക്കെ ഒഴിപ്പിച്ചിട്ട് അവൻ 8-ാം മാസത്തിൽ തന്നെ പ്രസവിക്കേണ്ടതായിട്ട് വന്നു. പ്രീമച്വർ ബേബി ആയിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇനി ഇപ്പൊ ഈ ഉണ്ണിയുടെ കാര്യത്തിന് ഞാനിവിടെ പറഞ്ഞിട്ട് എപ്പോഴും കൂളായിട്ട് ഇരിക്കാൻ, വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതുവരെ ഒരു കുഴപ്പങ്ങളും ഇല്ല, എല്ലാം നോർമലാണ്. ഡോക്ടർ സൈഡിൽ നമുക്ക് വേറെ ഒന്നും നല്ല അല്ലാത്തതൊന്നും കേൾക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇനിയും ഉള്ള ദിവസങ്ങളിലും അങ്ങനെ തന്നെ നല്ലൊരു ഉണ്ണീനെ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക, ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി എന്താ പറയുക, ഞങ്ങളുടെ ആദ്യത്തിലെ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അത്രയും ആ ഒരു അവസ്ഥ ഇനി ഇതിലുണ്ടാവരുത് എന്ന് വിചാരിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.
നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. ബൈ.